Welcome students, Standard 8 English, second unit, Wings and Wheelsലെ ഷിപ്പ്‌റക്ക്ഡ് സെയിലർ എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. 8 പാരഗ്രാഫ് വരെ എടുത്തിരുന്നു. 8ാമത്തെ പാരഗ്രാഫിൽ റെങ്കിഫോയെ രക്ഷിക്കാനായിട്ടുള്ള വെലാസ്കോയുടെ ശ്രമമാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ ഷിപ്പ്‌റക്ക്ഡ് സെയിലർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 9ാമത്തെ പാരഗ്രാഫ് മുതലാണ് എടുക്കുന്നത്. ഇതിന് മുൻപത്തെ ക്ലാസ് കാണാത്ത കുട്ടികൾക്കായിട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. ഇപ്പോൾ 9ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് തളർന്ന റെങ്കിഫോ അദ്ദേഹത്തിൻ്റെ ഹെഡ്ഫോൺ പിടിച്ചിരുന്നപ്പോഴത്തെ പോലെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, തടിയ ഇങ്ങോട്ട് വാ, എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഫസ്റ്റ് റോ ഓവർ ഹിയർ. അവിടെ വരെയാണ് നമ്മൾ നിർത്തിയത്. ഇനി 9th പാരഗ്രാഫ്. ദ വിൻഡ് വാസ് ബ്ലോയിങ് ഫ്രം ഹിസ് ഡയറക്ഷൻ. I yelled that I couldn't row against the wind and he should make another try, but I felt he hadn't heard me. അപ്പോൾ വെലാസ്കോ പറയുകയാണ്, റെഞ്ചിഫോയുടെ ദിശയിൽ നിന്നായിരുന്നു കാറ്റ് വീശിക്കൊണ്ടിരുന്നത്. The wind was blowing from his direction. അപ്പോൾ I yelled that I could not row against the wind. I yelled എന്ന് വെച്ചാൽ to give a sharp loud cry ആണ്. അതായത് അദ്ദേഹത്തിന് ഒരു വിഷമത്തിലുള്ള നിശിത ശബ്ദത്തിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ അലറുക. അദ്ദേഹം അലറുകയാണ്. ഐ യെൽഡ് ദാറ്റ് ഐ കുഡ് നോട്ട് റോ എഗെയിൻസ്റ്റ് ദ വിൻഡ് ദാറ്റ് ഹീ ഷുഡ് മേക്ക് അനദർ ട്രൈ. അദ്ദേഹം മറ്റൊരു ശ്രമം കൂടി നടത്തണം എന്ന് റെങ്കിഫോയോട് പറയുകയാണ്. ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡ് ഇൻ ഹേർഡ് മീൻ. പക്ഷേ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് വെലാസ്കോ പറഞ്ഞത് കേട്ടില്ല എന്ന് തോന്നി. ദ ക്രേറ്റ്സ് ഓഫ് ദി കാർഗോ ഹാഡ് ഡിസപ്പിയർഡ് ആൻഡ് ദ ലൈഫ് റാഫ്റ്റ് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്. അതായത് the crates of cargo had disappeared എന്ന് വെച്ചാൽ ആ മരക്കഷ്ണങ്ങളില്ല, മരപ്പെട്ടികൾ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. പിന്നീട് തിരമാലകളാൽ തകർക്കപ്പെട്ട ജീവൻ രക്ഷാചങ്ങാടങ്ങൾ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി. The raft danced from side to side, then battered by the waves. തിരമാലകളാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് ഐ വാസ് 5 meters away ഫ്രം റെങ്കിഫോ ആൻഡ് ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം. അതായത് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി റെങ്കിഫോയിൽ നിന്നും അദ്ദേഹം 5 മീറ്റർ അകലത്തിലായി. അപ്പോൾ അയാളെ കാണാതായിപ്പോയി. പിന്നീട് അപ്പോൾ എന്താ ചെയ്തത്? ബട്ട് ഹി അപ്പിയേർഡ് ഇൻ അനദർ സ്പോട്ട്. പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു സ്പോട്ടിൽ കാണാൻ സാധിച്ചു. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ducking underwater to prevent the waves from sweeping him away. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അതായത് ഭയസംഭ്രമങ്ങളൊന്നുമില്ലാതെ തന്നെ, അതാണ് അവിടെ പറയുന്നത്, ഭയസംഭ്രമങ്ങളൊന്നുമില്ലാതെ, സ്റ്റിൽ നോട്ട് പാനിക്കിങ്, പേടിക്കാതെ. ഡക്കിങ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദി വേവ്സ്, അതായത് തിരമാലകൾ അകലേക്ക് കൊണ്ടുപോകാതിരിക്കാനായി മുങ്ങി മറ്റൊരിടത്തേക്ക് അദ്ദേഹം പൊങ്ങി ആണ് അവിടെ പറയുന്നത്. ഐ സ്റ്റുഡ് അപ്പ് ഹോൾഡിങ് ഔട്ട് ദി ഓർ ഹോപ്പിംഗ് റെങ്കിഫോ കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? റെങ്കിഫോയ്ക്ക് തുഴയിൽ പിടിക്കാൻ കഴിയുന്നത്ര അടുത്ത് വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം എന്ത് ചെയ്തു? തുഴ നീട്ടിക്കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ് ലൂസിങ് ഹേർട്ട്. പക്ഷേ എനിക്കപ്പോൾ കാണാൻ സാധിക്കുന്നു എന്താണ്? റെങ്കിഫോ ക്ഷീണിതനായി കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൂസിങ് ഹേർട്ട് എന്ന് വെച്ചാൽ ആത്മധൈര്യം നഷ്ടപ്പെടുന്നത് പോലെ ഫീൽ ചെയ്തു. ഹി കോൾഡ് ടു മീ അഗെയിൻ സിങ്കിങ് ഫാസ്റ്റോ ഫാസ്റ്റോ. മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, റെങ്കിഫോ ഫാസ്റ്റോ ഫാസ്റ്റോ. I tried to row, but it was hopeless as the first time. I made a last try so that Rengifo could reach the oar, but the raised hand which a few minutes earlier had been trying to keep the headphones from sinking sank forever less than 2 meters from the oar. അതായത് I tried to row, അതെന്ന് വെച്ചാൽ ഞാൻ തുഴയാൻ ശ്രമിച്ചു, പക്ഷേ ബട്ട് ഇറ്റ് വാസ് ഹോപ്പ്ലെസ് ആസ് ദി ഫസ്റ്റ് ടൈം. ആദ്യ തവണ പോലെ തന്നെ ഇപ്പോഴും ഇത് ഹോപ്പ്ലെസ് ആയിരുന്നു, ഒരു പ്രതീക്ഷയും തരുന്നത് ആയിരുന്നില്ല. റെങ്കിഫോയ്ക്ക് പിടിക്കാനായിട്ട് ഞാൻ ഒരു ഓർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു തുഴ, ഒരു അവസാന ശ്രമം നടത്തി. റെങ്കിഫോയ്ക്ക് പിടിക്കാനായി ഒരു അവസാന ശ്രമം നടത്തി. പക്ഷേ അല്പനിമിഷത്തിനുള്ളിൽ മുമ്പ് ഹെഡ്ഫോൺ മുങ്ങിപ്പോകാതെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ കൈത്തുഴയിൽ നിന്നും 2 മീറ്റർ അകലെ ആഴങ്ങളിൽ എന്നേക്കുമായിട്ട് മുങ്ങി.
which a few minutes earlier had been trying to keep the headphones on the sinking, sank forever, less than 2 meters away from the oar. അപ്പോൾ തുഴയിൽ നിന്നും 2 മീറ്റർ അകലത്തേക്കായിട്ട് മുങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ യെൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അലറുക, ഫെൽറ്റ് എന്ന് പറയുന്നത് തോന്നുന്നതിനാണ്, ബാറ്റേർഡ് എന്ന് വെച്ചാൽ തകർക്കപ്പെട്ടു, ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഒരു നിമിഷത്തിനുള്ളിൽ, പാനിക്കിംഗ് എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്നതാണ്, ഡക്കിംഗ് എന്ന് വെച്ചാൽ അല്പസമയത്തേക്ക് വെള്ളത്തിൽ മുങ്ങുക, അതിനാണ് ഡക്കിംഗ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ലൂസ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതീക്ഷ നഷ്ടപ്പെടുന്നതാണ്. റീച്ച് എന്ന് വെച്ചാൽ എത്തുക എന്നാണ്, കുഡ് റീച്ച് ദ ഓർ എന്നൊക്കെ പറഞ്ഞാൽ എത്തുക. സ്വീപ്പിംഗ് അവേ ഫ്രം ഹിം, ദ വേവ്സ് സ്വീപ്പിംഗ് അവേ ഫ്രം ഹിം, തിരമാലകൾ അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ അദ്ദേഹത്തെ തൂത്ത് കൊണ്ടുപോയി, അകലത്തിലേക്ക് കൊണ്ടുപോയി, അങ്ങനെയൊക്കെയാണ്. ദെൻ I don't know how long I stayed like that, balancing in the life raft, holding out the oar. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, തുഴ നീട്ടിപ്പിടിച്ച് ജീവൻ രക്ഷാ ചങ്ങാടം ബാലൻസ് ചെയ്തുകൊണ്ടിട്ട്, ബാലൻസിങ് ഇൻ ദി ലൈഫ് രാഫ്റ്റ് എന്ന് വെച്ചാൽ രക്ഷാ ചങ്ങാടം ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ എത്ര നേരം കഴിച്ചുകൂട്ടിയെന്ന് എനിക്ക് അറിയില്ല. ഹോൾഡിങ് ഔട്ട് ദി റാഫ്റ്റ്, ഐ ഡോണ്ട് നോ. ആരെങ്കിലും വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവിടെ നോക്കിക്കൊണ്ടേ ഇരുന്നു. ഐ കെപ്റ്റ് സെർച്ചിങ് ദി വാട്ടർ ഹോപ്പിംഗ് ദാറ്റ് സംവൺ വുഡ് സർഫസ് സൂൺ എന്ന് വെച്ചാൽ സർഫസ് സൂൺ എന്ന് വെച്ചാൽ ആരെങ്കിലും പൊങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ നോക്കിയിരുന്നു. ബട്ട് ദ സീ വാസ് ക്ലിയർ ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ബ്ലൂ എഗെയിൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക് ദ ഹൗൾ ഓഫ് എ ഡോഗ്. പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലൊന്നും നടന്നില്ല. എന്താണ്, കടൽ തെളിഞ്ഞതായിരുന്നു. ദി സ്കൈ വാസ് ക്ലിയർ. പിന്നീട് ശക്തിയേറിയ കാറ്റ് ഒരു പട്ടിയുടെ ഓരി ശബ്ദത്തോടുകൂടി എൻ്റെ ഷട്ടിൽ തട്ടിക്കൊണ്ടിരുന്നു. ലൈക്ക് ദി ഹൗൾ ഓഫ് എ ഡോഗ് എന്ന് വെച്ചാൽ ഒരു പട്ടിയുടെ ഒരു ശബ്ദത്തോടുകൂടി എൻ്റെ ഷർട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് തട്ടിക്കൊണ്ടിരുന്നു. ദ കാർഗോ ഹാഡ് ഡിസപ്പിയേർഡ്. അപ്പോൾ കാർഗോ എല്ലാം അപ്രത്യക്ഷമായി എന്ന് വെച്ചാൽ ചരക്കുകളൊക്കെ അപ്രത്യക്ഷമായി. ദ മാസ്റ്റ് ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ് പ്രൂവ്ഡ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡ് ഇൻ സങ്ക് ആസ് ഐ ഹാഡ് ഫസ്റ്റ് തോട്ട്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി ഒരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി കണ്ട പായമരം മുഴുവൻ മുങ്ങിയിട്ടില്ലെന്നാണ് അദ്ദേഹം ആദ്യം ചിന്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചിന്ത ശരിയായി. ഐ ഫെൽറ്റ് കാം. അദ്ദേഹം ശാന്തനായി അനുഭവപ്പെട്ടു. ഐ തോട്ട് ദാറ്റ് വൺ ഓഫ് മൈ മെയ്റ്റ്സ് ഹാഡ് മാനേജ് ടു റീച്ച് ദി അതർ ലൈഫ് റാഫ്റ്റ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിശ്വസിച്ചു. എന്താണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരാൾക്ക് മറ്റേ ജീവൻ രക്ഷാ ചങ്ങാടത്തിൽ കയറാൻ സാധിച്ചു കാണുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. Then there was no reason that they shouldn't have reached it. അതായത് അവർ ആ ചങ്ങാടത്തിൽ കയറിയില്ല എന്ന് വിചാരിക്കാതിരിക്കാനായിട്ട് ഒരു കാരണവുമില്ല. ദർ വാസ് നോ റീസൺ എന്ന് വെച്ചാൽ ഒരു കാരണവുമില്ല. അവർ ആ ചങ്ങാടത്തിൽ എത്തിയില്ല എന്ന് വിശ്വസിക്കുവാനായിട്ട് മറ്റൊരു കാരണവും അവിടെ ഇല്ല. ദ റാഫ്റ്റ്സ് വേർ ഇൻ പ്രൊവിഷൻ. ഇൻ ഫാക്ട് നൺ ഓഫ് ദി ലൈഫ് റാഫ്റ്റ്സ് ഓഫ് ദി സ്മോൾ ഷിപ്സ് വാസ് ഔട്ട്ഫിറ്റഡ്. അവരതിൽ കയറി കാണും, പക്ഷേ എന്താണ്, ആ ചങ്ങാടങ്ങളൊന്നും തന്നെ സുസജ്ജമായിരുന്നില്ല. എന്ന് വെച്ചാൽ ആ ചങ്ങാടങ്ങളിലൊന്നും തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണ സാമഗ്രികൾ, പ്രൊവിഷൻഡ് ഇൻ ഫാക്റ്റ് എന്ന് വെച്ചാൽ ഭക്ഷണ സാമഗ്രികളൊന്നും തന്നെ ഇല്ലായിരുന്നു, പ്രൊവിഷൻസ് ഒന്നും ഇല്ലായിരുന്നു. നൺ ഓഫ് ദി ലൈഫ് റാഫ്റ്റ് ഓഫ് ദി സ്മോൾ ഷിപ്പ് വാസ് ഔട്ട്ഫിറ്റഡ്. പിന്നെന്താണ്, അതൊന്നും തന്നെ ആവശ്യത്തിന് ഭക്ഷണ സാമഗ്രികളില്ലെന്ന് മാത്രമല്ല ചെറിയ കപ്പലിലെ ഒരു ജീവൻ രക്ഷാ ചങ്ങാടവും സുസജ്ജമായിരുന്നില്ല. But there were 6 of them apart from the rowboats and the whalers. It was reasonable to believe that some of my mates had reached the other life rafts as I had reached mine, and perhaps the destroyer was searching for us. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വള്ളങ്ങളും തിമിംഗല വേട്ടയ്ക്കുമുള്ള കപ്പലുകളും കൂടാതെ അവ 6 ഉണ്ടായിരുന്നു. But there was 6 of them apart from the rowboats and the whalers. It was reasonable to believe that some of my mates
എന്ന് വെച്ചാൽ അതായത് എന്നെപ്പോലെ അവരും മറ്റ് ചങ്ങാടങ്ങളിലും കയറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് യുക്തിസഹജമായിരുന്നു. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് എന്ന് വെച്ചാൽ ചിന്തിക്കുന്നത് യുക്തിസഹജമായിരുന്നു. അതായത് ഇദ്ദേഹത്തെ പോലെ തന്നെ അവരും ഏതെങ്കിലുമൊക്കെ ലൈഫ് റാഫ്റ്റിൽ കയറിയിട്ടുണ്ടാവും എന്നത്. Very soon I was aware of the sun, a midday sun, hot and metallic. Stupefied, not fully recovered, I looked at my watch. It was noon on the dot. അതായത് വളരെ പെട്ടെന്ന് സൂര്യനെക്കുറിച്ച് ഞാൻ ബോധവാനായി. ഐ വാസ് അവെയർ ഓഫ് ദി സൺ എന്ന് വെച്ചാൽ അദ്ദേഹം സൂര്യനെക്കുറിച്ചുള്ള അദ്ദേഹം ചിന്ത വന്നു. അവെയർ ഓഫ് ദി സൺ, ബോധവാനായി. എ മിഡ് ഡേ സൺ, ഹോട്ട് ആൻഡ് മെറ്റാലിക്. എന്താണ് സൂര്യൻ്റെ പ്രത്യേകത? മധ്യാഹ്ന സൂര്യനാണ്, ചുട്ടുപഴുത്ത ലോഹം പോലെയുള്ള ചൂട്. പിന്നീട് സ്റ്റുപ്പിഫൈഡ്, നോട്ട് ഫുള്ളി റിക്കവേർഡ്, ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്. മന്ദീഭവിച്ച അവസ്ഥയിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കാത്ത ആ അവസ്ഥയിൽ ഞാൻ വാച്ചിൽ നോക്കി. അപ്പോൾ നട്ടുച്ചയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നട്ടുച്ചയായിരുന്നത് മനസ്സിലായി. സ്റ്റുപ്പിഫൈഡ് എന്ന് വെച്ചാൽ സർപ്രൈസ്ഡ് ഓർ ഷോക്ക്ഡ്. അതെന്ന് വെച്ചാൽ അതിശയിക്കപ്പെട്ട, ഞെട്ടിപ്പിക്കുന്ന എന്നൊക്കെ പറയുന്നു. നോട്ട് ഫുള്ളി റിക്കവേർഡ്, ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച് ആൻഡ് ഇറ്റ് വാസ് noon on the dot. എന്ന് വെച്ചാൽ നട്ടുച്ച ആയിരുന്നു. എന്ന് വെച്ചാൽ കൃത്യം ഒരു 12 മണിക്കാണ് നമ്മൾ നട്ടുച്ച എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ടൈം റെങ്കിഫോ ഹാഡ് ആസ്ക്ഡ് മീ ദ ടൈം ഓൺ ദ സ്മോൾ ഷിപ്പ്, ഇറ്റ് വാസ് 11:30. അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്. ചെറിയ കപ്പലിൽ വെച്ച് അവസാനമായി റെങ്കിഫോ സമയം ചോദിച്ചപ്പോൾ അന്നേരം 11:30 മണി ആയിരുന്നു. ഐ ഹാഡ് ചെക്ക്ഡ് ദ ടൈം എഗെയിൻ ആൻഡ് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് യെറ്റ് ഒക്കേർഡ്. വെൻ ഐ looked on my watch on the life raft, exactly was noon. It had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. I thought it would take them at least 2 or 3 hours to rescue me. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അപകടം അന്നേരം അദ്ദേഹം സമയം ചോദിച്ചപ്പോഴത്തേക്കിനും അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ റെങ്കിഫോ സമയം ചോദിച്ച സമയത്ത് അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മണി 11:30 ആയിരുന്നു. ഐ ഹാഡ് ചെക്ക് ദ ടൈം എഗെയിൻ ആൻഡ് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് യെറ്റ് ഒക്കേർഡ്. വെൻ ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച് ഓൺ ദ ലൈഫ് റാഫ്റ്റ്, ഇറ്റ് വാസ് എക്സാക്ട്ലി noon. പിന്നീട് എന്താണ്, ഞാൻ അന്നേരം അപകടം നടന്ന് അന്നേരം ഞാൻ ജീവൻ രക്ഷാ ചങ്ങാടത്തിൽ വെച്ച് സമയം നോക്കി. അപ്പോൾ സമയം കൃത്യം 12 മണി ആയിരുന്നു. പിന്നീട് ചങ്ങാടത്തിൽ കയറുകയും പിന്നീട് അദ്ദേഹം സഹപ്രവർത്തകരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും നിശ്ചലനായി ചങ്ങാടത്തിൽ നിൽക്കുകയും ആ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 10 minutes for everything to happen. എല്ലാം സംഭവിക്കാനായിട്ട് 10 മിനിറ്റ് മാത്രം വേണ്ടി വന്നുള്ളൂ. ഫോർ മീ ടു റീച്ച് ദ റാഫ്റ്റ്. എനിക്ക് ലൈഫ് റാഫ്റ്റിലെത്താൻ, എൻ്റെ ഷിപ്പ്മേറ്റ്സിനെ രക്ഷപ്പെടുത്താൻ, റാഫ്റ്റിൽ നിശ്ചലനായിട്ട് നിൽക്കുവാൻ, സെർച്ചിങ് ദ എംറ്റി സീ, ആ എംറ്റി സീയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കാൻ, കടലിനെ പരിശോധിക്കുകയും പിന്നീട് കാറ്റിൻ്റെ കാതരപ്പിക്കുന്ന ഓരിയിൽ ശ്രദ്ധിക്കുകയും ഒക്കെ അദ്ദേഹത്തിന് 10 മിനിറ്റ് സമയമേ വേണ്ടി വന്നുള്ളൂ. പിന്നെന്താണ്, എന്നെ രക്ഷപ്പെടുത്താൻ അവർ കുറഞ്ഞത് 2-3 മണിക്കൂർ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി 14ാമത്തെ പാരഗ്രാഫ്. 2 or 3 hours I calculated. It seemed an extraordinarily long time to be alone at sea. 2-3 മണിക്കൂർ ഞാൻ കണക്കാക്കി. കടലിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടിയിരുന്ന ആ സമയം അസാധാരണമാം വിധം വളരെ ദൈർഘ്യമേറിയ സമയമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ബട്ട് ഐ ട്രൈഡ് ടു റിസൈൻ മൈസെൽഫ് ഇൻ ടു ഇറ്റ്. പക്ഷേ എന്താണ്, ഞാനത് അതുമായിട്ട് പൊരുത്തപ്പെടുവാനായിട്ട് ശ്രമിച്ചു. ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ഇൻ ടു ഇറ്റ് എന്ന് വെച്ചാൽ അത് സഹിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ ആൻഡ് ബൈ 3 in the afternoon ഐ വുഡ് ഷുവർലി ഹാവ് എ സിയറിങ് തേഴ്സ്റ്റ്. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭക്ഷണമില്ല, വെള്ളമില്ല. 3 മണിയാകുമ്പോഴത്തേക്കിന് അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദി സൺ ബേൺഡ് മൈ ഹെഡ് ആൻഡ് മൈ സ്കിൻ വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സോൾട്ട്. അപ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സീ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്കും ഉപ്പ്
ഉപ്പ് പറ്റിപ്പിടിച്ച കട്ടി കൂടിയ ശരീരവും വെയിലത്തിങ്ങനെ പൊള്ളിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ ഇങ്ങനെ ചാടിയിട്ടൊക്കെയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഉപ്പ് വെള്ളമൊക്കെ ദേഹത്ത് മൊത്തം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂര്യൻ്റെ വെയിൽ കൊണ്ടിട്ട് വെള്ളമെല്ലാം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഉപ്പ് മാത്രം പറ്റി ഇങ്ങനെ തലയിൽ പിടിച്ചിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടു പോയിരുന്നു. Since I had lost my cap, I splashed the water on my head and I just sat on the side of the raft waiting to be rescued. അപ്പോൾ തൊപ്പി നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, തലയിൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് നനച്ചുകൊണ്ടിരുന്നു ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹത്തിന് ആരെങ്കിലും രക്ഷിക്കുവാനായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ചങ്ങാടത്തിൻ്റെ വശത്ത് അദ്ദേഹം അങ്ങനെ ഇരുന്നു. വെയിറ്റിംഗ് ടു ബി സാറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. പിന്നീട് ഇറ്റ് വാസ് ഓൺലി ദെൻ ഐ ഫെൽറ്റ് ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് എന്താണ്, അദ്ദേഹത്തിൻ്റെ വലത്തെ കാൽമുട്ടിലൊരു വേദന അദ്ദേഹത്തിന് അപ്പം ഫീൽ ചെയ്തു. The thick blue drill fabric on my trouser leg was wet, so I had a hard time rolling up. അപ്പോൾ ട്രൗസറിൻ്റെ തുണിക്ക് ഇത്തിരി കട്ടിയുള്ളതായതുകൊണ്ട് അത് ചുരുട്ടി മുകളിലേക്ക് എടുക്കാനായിട്ട് ഇത്തിരി പണിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അതായത് മുട്ടിന് താഴെ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ആഴത്തിലൊരു മുറിവ് അദ്ദേഹം കണ്ടു. അദ്ദേഹം ഞെട്ടിപ്പോയി. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ് എന്ന് വെച്ചാൽ ഞെട്ടി. ഐ സോ എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട് ഓൺ ദി ലോവർ പാർട്ട് ഓഫ് മൈ നീ. ഐ ഡിഡ്ന്റ് നോ ഇഫ് ഐ ഹാഡ് ഗാഷ്ഡ് ഇറ്റ് ഓൺ ദി സൈഡ്. അദ്ദേഹത്തിന് ഒന്നും ഓർത്തെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതായത് ജീവൻ രക്ഷാ ചങ്ങാടങ്ങളിൽ കയറിയിരിക്കുന്നത് വരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു മുറിവായിരുന്നു അത്. അദ്ദേഹത്തിന് അന്നേരം അതൊന്നും മനസ്സിലായില്ല. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ഐ ഹാഡ് ഗാഷ്ഡ് ഇറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദ ഷിപ്പ് ഓർ ഇഫ് ഇറ്റ് ഹാഡ് ഹാപ്പൻഡ് വൈൽ ഐ ഹിറ്റ് ഇൻ ദി വാട്ടർ ഫോർ ഐ ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ് അണ്ടിൽ ഐ വാസ് സീറ്റഡ് ഇൻ ദി ലൈഫ് റാഫ്റ്റ്. എന്തായാലും ചങ്ങാടത്തിൽ കയറിയിരിക്കുന്നത് വരെ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അദ്ദേഹം ഇതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ദോ ദി വൂണ്ട് ബേൺഡ് എ ലിറ്റിൽ, ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് ബ്ലീഡിങ് ആൻഡ് വാസ് കംപ്ലീറ്റ്ലി ഡ്രൈ ബിക്കോസ് ഓഫ് ദി സോൾട്ട് വാട്ടർ ഐ ഇമാജിൻ. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്താണ്, അതായത് ഉപ്പ് വെള്ളത്തിലായിരുന്നത് കൊണ്ടായിരിക്കാം നീറ്റലൊക്കെ കുറഞ്ഞ് അപ്പം രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് രക്തസ്രാവം നിലച്ചത് കട്ട പിടിച്ചിട്ട് പിന്നെന്താണ് ജലാംശം ഒട്ടും തന്നെ ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നൊരു അവസ്ഥ. അത് ഉപ്പ് വെള്ളത്തിൽ പറ്റിയത് കൊണ്ടാവാം, ഇത് ശ്രദ്ധിച്ചില്ല, അങ്ങനെ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഇതിവിടെ അൺസർട്ടൈൻ എന്ന് വെച്ചാൽ ഉറപ്പില്ല, തീർച്ചയില്ലാത്ത കാര്യമാണ്. ഫിഗർ ഔട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ്. ഇൻവെൻറ്ററി എന്ന് വെച്ചാൽ ഒരു വിശദമായ പട്ടികയാണ്. ബിലോങ്ങിങ്സ് വെച്ചാൽ നമ്മളുടെ അവനവൻ്റെ വസ്തുക്കൾ, ബിലോങ്ങിങ്സ്, അത് ബിലോങ്ങിങ്സ് എന്ന് പറയുന്നത്. അപ്പം നോക്കാം. അൺസർട്ടൈൻ ആസ് ടു വാട്ട്. ഇപ്പോൾ പറഞ്ഞ അൺസർട്ടൈൻ്റെ ഇതാണ്. അൺസർട്ടൈൻ എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പില്ല എന്ന് വെച്ചാൽ അൺസർട്ടൈൻ തീർച്ചയല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അൺസർട്ടൈൻ ടു വാട്ട് ഐ ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻവെൻറ്ററി ഓഫ് മൈ ബിലോങ്ങിങ്സ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു വെച്ച് നോക്കാനായിട്ട് തീരുമാനിച്ചു. ബിലോങ്ങിങ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തംപ്പെട്ട സാധനങ്ങൾ. ഐ വാണ്ടഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ കുഡ് കൗണ്ട് ഓൺ ഇൻ മൈ സോളിറ്റ്യൂഡ് അറ്റ് ദി സീ. അപ്പോൾ ഐ വാണ്ടഡ് ടു ഫിഗർ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്, കടലിലെ ഏകാന്തതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഓർത്തെടുക്കാനെന്ന് ശ്രമിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു. സോളിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഏകാന്തതയാണ്. സോളിറ്റ്യൂഡ്, ഏകാന്തത, ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥ. ഐ വാണ്ടഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഓൾ ഐ കുഡ് കൗണ്ട് ഓൺ ഇൻ മൈ സോളിറ്റ്യൂഡ് അറ്റ് സീ. അപ്പോൾ എൻ്റെ കടലിലിരിക്കുന്ന ഏകാന്ത നിമിഷത്തിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. First of all, I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. അപ്പോൾ എന്താണ്, ആദ്യമായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്, എപ്പോഴും കൃത്യസമയം കാണിച്ചുകൊണ്ടിരിക്കുന്നതും 2-3 മിനിറ്റ് അദ്ദേഹം ഇടവിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതുമായ വാച്ചിനെ ആദ്യമായി ഒന്ന് വിശ്വസിക്കാം എന്ന് അദ്ദേഹം വാച്ചിനെ കുറിച്ച് ആദ്യം ചിന്തിച്ചത്. പിന്നീട് ഇവ കൂടാതെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ അഡീഷൻ എന്ന് വെച്ചാൽ ഇവ കൂടാതെ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ്, സ്വർണ്ണമോതിരം, വിച്ച് ഐ വുഡ് ബോട്ട് ഇൻ കാർട്ടേജിന ഇയർ ബിഫോർ. അപ്പോൾ കാർട്ടേജിനയിൽ നിന്ന് 1 വർഷം മുമ്പ് വാങ്ങിച്ച അത് സ്വർണ്ണമോതിരം, എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദി വിർജിൻ ഓഫ് ദി കാർമൻ. പിന്നീട് എന്താണ് കാർമേനിയിലെ വിശുദ്ധയുടെ രൂപത്തോടു കൂടിയ മെഡൽ,
തൂക്കിയ മാലയും അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. All purchased in the Cartagena from another sailor for 35 pesos. അദ്ദേഹം എന്താണ് ഇതൊക്കെ വാങ്ങിച്ചത്? എവിടെ നിന്നാണ്? കാർട്ടേജനോയിൽ നിന്നാണ് അദ്ദേഹം ഇതൊക്കെ വാങ്ങിച്ചത്. അതായത് മറ്റൊരു നാവികയിൽ നിന്ന് 30 പെസോയ്ക്ക് വാങ്ങിയ വസ്തുക്കളായിരുന്നു അവയൊക്കെ. In my pockets, I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in the Mobile one day in January when I had gone out for shopping. അതായത് ആ ചെറിയ കപ്പലിലെ ലോക്കറിൻ്റെ താക്കോലുകളും പിന്നീട് ജനുവരിയിൽ ഷോപ്പിങ്ങിന് അദ്ദേഹം വെളിയിൽ പോയപ്പോൾ മൊബിലിയിലെ ഒരു കടയിൽ നിന്നും തന്ന 3 ബിസിനസ് കാർഡുകളും മാത്രമേ അദ്ദേഹത്തിൻ്റെ പോക്കറ്റുകളിൽ ഉണ്ടായിരുന്നു. മറ്റൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ലാത്തതുകൊണ്ട് രക്ഷപ്പെടുന്നത് വരെ അദ്ദേഹം ഈ വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ വസ്തുക്കളൊക്കെ നോക്കിക്കൊണ്ടും ഇരുന്നു. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു ഐ റീഡ് ദി കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ് അൺടിൽ ഐ വാസ് റെസ്ക്യൂഡ്. അപ്പം ഈ കഥയെന്ന് പറയുന്നത് അഡാപ്റ്റഡ് ആയിട്ടുള്ള കഥയാണ്. അഡാപ്റ്റഡ് ആയിട്ടുള്ള കഥ എന്ന് പറയുമ്പം നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സീരീസായിട്ട് എഴുതിയതാണ് അല്ലേ. അദ്ദേഹം ഒരു സീരീസായിട്ട് ന്യൂസ് പേപ്പർ സീരീസായിട്ടും എഴുതിയൊരു സംഭവമാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിച്ചത്. 1555 സംഭവങ്ങളൊക്കെയാണ് ഷിപ്രക്ട് സെയിലർ, ടെൽസ് ദി സാഗ ഓഫ് ദ ലൂയിസ് Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. നമ്മളതൊക്കെ നേരത്തെ കണ്ടതാണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1955 ന്യൂസ് പേപ്പർ സീരീസായിട്ട് വന്നതാണ്. അതിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ മീനിങ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.